ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കപാലഭാതി പ്രാണായാമം പഠിക്കാം. ഈ പ്രാണായാമം ചെയ്യുമ്പോൾ എല്ലാ പ്രാണായാമങ്ങളെയും പോലെ നമ്മൾ നടു നിവർത്തി എന്ന് പറഞ്ഞാൽ നട്ടൽ സ്ട്രെയിറ്റ് ആയിരിക്കണം. കഴുത്തൊക്കെ സ്ട്രെയിറ്റാക്കി നേരെ ഇരുന്ന് വജ്രാസനത്തിലോ അർത്ഥവജ്രാസനത്തിലോ സുഖാസനത്തിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആസനത്തിലോ, അല്ലെങ്കിൽ അതൊന്നും അല്ല നിങ്ങൾക്ക് സുഖമായ ആസനമെങ്കിൽ കസേരയിലിരുന്നോ ചെയ്യാം. പ്രായമായവർ കസേരയിലിരുന്ന് ചെയ്യുന്നതാണ് നല്ലത്. ഇനി പ്രാണായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ചൊടിക്ക് മരവിപ്പ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കഠിനമായ തലവേദന പെട്ടെന്ന് വരികയാണെങ്കിൽ ഈ ആസനം നിർത്തണം. ഇനി ഇതിൻ്റെ ഗുണങ്ങൾ പറയാം. ഈ ആസനം ചെയ്യുമ്പോൾ കപാലത്തിലുള്ള നമ്മുടെ സൈനോസൈറ്റിസ്, അതായത് നമ്മുടെ സൈനസിലെ കഫം മാറുന്നു, സൈനോസൈറ്റിസ് അസുഖം മാറുന്നു. പിന്നെ ചെറുകുടലിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറുന്നു. പാൻക്രിയാസ് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു, ശക്തിപ്പെടുത്തുന്നു, ഡയബറ്റീസ് കുറയുന്നു. ഇനി ഇത് ചെയ്യുമ്പം നമ്മൾ 2 പ്രാവശ്യം ആദ്യം ദീർഘമായിട്ട് ശ്വാസം എടുത്തു വിടണം. കൈ ചിന്മുദ്രയിലാണ് വെക്കേണ്ടത്. എന്നിട്ട് ശ്വാസം ദീർഘമായിട്ട് എടുത്ത് 2 പ്രാവശ്യം എടുത്തു വിടണം. പിന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തേച്ച് നമ്മൾ തുടരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉച്ഛസിക്കുക. പാസീവായിട്ട് നമ്മൾ ശ്വസിച്ചോളൂ, പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ട് ശ്വാസം വലിക്കേണ്ട. കുറച്ച് ശ്വാസം വലിച്ചു വരും. ആദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ 20 പ്രാവശ്യം, പിന്നത്തെ ദിവസം 40, 80 അങ്ങനെ കൂട്ടി ചെയ്യാം. കാണിക്കാം. ശ്വാസം ദീർഘമായിട്ട് എടുത്തിട്ട് മൂക്കിൽ കൂടെ തന്നെയാണ് ശ്വാസം തുടരെ ശക്തിയായി പുറത്തേക്ക് വിടണം. അങ്ങനെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ ഉദരം അകത്തേക്കും പുറത്തേക്കും തള്ളണം. അകത്തേക്ക് വലിക്കുകയും പുറത്തോട്ട് വിടുകയും ചെയ്യണം സൈമുൾട്ടേനിയസ് ആയിട്ട്. ശ്വാസം പുറത്തേക്ക് ശക്തിയായിട്ട് വിടുന്നത് കണ്ടിന്യൂസ് ആയിട്ട് തുടരെ ശക്തിയായിട്ട് വിടുകയാണ് ശ്വാസം. ഇടയ്ക്ക് നമ്മൾ നിർത്തി ശ്വാസം എടുക്കുന്നില്ല, പക്ഷേ ബോഡി അറിയാതെ ശ്വാസം സ്വല്പമൊക്കെ എടുക്കും. പിന്നെ അങ്ങനെ ശ്വാസം ഉച്ഛ്വസിക്കുമ്പോൾ, ശക്തിയായിട്ട് ഉച്ഛ്വസിക്കുമ്പോൾ നമ്മുടെ ഉദരം അകത്തോട്ടും പുറത്തോട്ടും വലിക്കുകയും വിടുകയും ചെയ്യണം. കാണിക്കാം. ആദ്യം ശ്വാസം 2 പ്രാവശ്യം ശക്തമായിട്ട് എടുത്തു വിടുക, ദീർഘമായിട്ട്. ഓക്കെ.